نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهدي الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا أعوذ بالله من الشيطان الرجيم وإذ نجيناكم من آل فرعون يسومونكم سوء العذاب يذبحون أبناءكم ويستحيون نساءكم وفي ذلكم بلاء من ربكم عظيم وإذ فرقنا بكم البحر فأنجيناكم وأغرقنا آل فرعون وأنتم تنظرون ഏറെ പ്രിയം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, പടച്ച റബ്ബിന്റെ ആജ്ഞാനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും പാലിച്ച് ഭയപ്പെട്ട് മുത്തഖീങ്ങളായി, മുഖ്ലിസീങ്ങളായി, മുവഹിദീങ്ങളായി ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള യഥാർത്ഥ മുത്തഖീങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മുഹറം മാസത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. മുഹറം മാസത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായി പുണ്യം പഠിപ്പിച്ച് നമ്മളോട് പറഞ്ഞ നോമ്പാണ് തസുആഉം ആശുറാഉം എന്ന് പറയുന്നത്. പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുമ്പോൾ ആശുറ നോമ്പിനെ കുറിച്ച് നമ്മൾ അറിയുമ്പോൾ യൗമു ആശുറ ഹുവ യൗമുൽ ആശിർ മിനൽ മുഹറം, മുഹറം മാസത്തിലെ
10 അനുഷ്ഠിക്കുന്ന നോമ്പിനെയാണ് ആശുറ നോമ്പ് എന്ന് പറയുന്നത്. വകാനത്ത് ഖുറൈശുൻ തസ്സുമുഹു, ഖുറൈശികൾ ആ നോമ്പ് നേരത്തെ തന്നെ പിടിക്കുമായിരുന്നു. ഫലമ്മ ഖദിമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മദീന, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ എത്തിയപ്പോൾ സ്വമഹു അലാ ആദത്തിഹി വഅമറ ബിസിയാമിഹി, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നോമ്പ് പിടിക്കുകയും നോമ്പ് പിടിക്കാൻ കൽപ്പിക്കുകയും ചെയ്തു. വകാന സിയാമുഹു ഫർളൻ ഖബ്ല റമളാൻ. അതാണ് നമ്മൾ അടിസ്ഥാനമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം. എന്താ? റമളാനിലെ നിർബന്ധമായ നോമ്പ്, അത് നിർബന്ധമാക്കുന്നതിന് മുമ്പ് നിർബന്ധമായ നോമ്പ് ഏതായിരുന്നു? ആശുറയിലെ നോമ്പായിരുന്നു. മുഹറം 10 നോമ്പ് റമളാനിലെ നോമ്പ് നിർബന്ധമാകുന്നതിന് മുമ്പ് നിർബന്ധമായി കണക്കാക്കിയ നോമ്പായിരുന്നു. ഇല അന്ന നസല സൗമു റമളാൻ അലൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളുടെ മേൽ റമളാനിലെ നോമ്പ് അതിനെക്കുറിച്ചുള്ള വിധി ഇറങ്ങിയപ്പോൾ ഫകാനത്തിൽ ഫരീദത്തു സൗമു റമളാന ഫഖത്ത്, പിന്നീട് നിർബന്ധമായ നോമ്പ് ഏതു മാത്രമായി? റമളാനിലെ നോമ്പ് മാത്രമായി. അപ്പോൾ മുഹറം 10 നോമ്പ് അത് സുന്നത്തായി മാറി എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ സുന്നത്തായ നോമ്പിനെ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണ് കണ്ടിരുന്നത് എന്നത് നമ്മൾ മനസ്സിലാക്കണം. പലപ്പോഴും സുന്നത്തി എന്നതിനെ നിർവചിക്കുന്നിടത്ത് നമ്മൾ പലപ്പോഴും പറയുന്ന കാര്യമാണ്, എടുത്ത കൂലിയും എടുത്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ലാത്ത കാര്യമാണ്, പ്രശ്നമൊന്നുമില്ലാത്ത കാര്യമാണ്, കുറ്റമൊന്നും കിട്ടൂലല്ലോ. അപ്പൊ എന്താണ്? എന്നിട്ട് എല്ലാവരും ഒഴിവാക്കലാണ്. കുറ്റമൊന്നുമില്ലല്ലോ, ഒഴിവാക്കലാണ്. ഇത് ഒഴിവാക്കാൻ വേണ്ടിയല്ല, ഫിഖ്ഹിന്റെ മസ്അലകളിൽ, ഫിഖ്ഹിന്റെ തഅരീഫുകളിലാണ് ആ ഒരു നിർവചനം നമ്മൾ കാണുക. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ദീൻ പഠിച്ച സ്വഹാബത്തുകളൊക്കെ പരമാവധി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകകളെ സ്വീകരിക്കുകയും പകർത്തുകയും ചെയ്തവരാണ് എന്ന് ധാരാളമായി നമുക്ക് കാണാൻ സാധിക്കും. സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ യൗമ ആശുറയിന്റെ പ്രതിഫലം പറഞ്ഞെടുത്ത് അവിടെ നിന്ന് പറയുകയാണ്, സിയാമു യൗമ ആശുറ യുകഫിറു സന അൽ മാദിയ, കഴിഞ്ഞുപോയ ഒരു വർഷത്തെ പാപങ്ങൾ എന്ത് ചെയ്യും? ഈ ഒരു നോമ്പ് കൊണ്ട് പൊറുക്കപ്പെടുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. സിയാമു യൗമി അറഫ അഹ്തസിബു അലല്ലാഹ് അൻ യുകഫിറ അസ്സനത അല്ലതി ഖബ്ല വസ്സനത അല്ലതി ബഅദ. അറഫ നോമ്പിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ പറഞ്ഞു, ഒരു വർഷം കഴിഞ്ഞതും ഒരു വർഷം വരാനിരിക്കുന്നതുമായ പാപങ്ങൾ പൊറുക്കപ്പെടുമെന്ന്. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താണ്? വസിയാമു യൗമി ആശുറ, ആശുറ മുഹറം 10 നോമ്പ് എന്ന് പറയുന്നത് അഹ്തസിബു അലല്ലാഹി അൻ യുകഫിറ അസ്സനത അല്ലതി ഖബ്ല, കഴിഞ്ഞുപോയ ഒരു വർഷത്തെ പാപങ്ങൾ പൊറുക്കപ്പെടുന്ന നോമ്പാണ് ആശുറയിലെ മുഹറം 10 നോമ്പ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. വഹാദ മിൻ ഫദ്ലില്ലാഹി അലൈനാ അൻ അഅ്താന ബിസിയാമി യൗമി വാഹിദിൻ തക്ഫീറു ദുനൂബിസ് സന. അല്ലേ, അല്ലാഹു സുബ്ഹാന, അല്ലാഹു എത്ര പരിശുദ്ധനാണ്. ഒരു നോമ്പെടുക്കുന്നതിലൂടെ, നിങ്ങൾ ആലോചിക്കുക, ഒരു നോമ്പെടുക്കുന്നതിലൂടെ ഒരു വർഷക്കാലം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ വന്നുപോയ ചെറുദോഷങ്ങളെ അവൻ പുറത്തു തരാമെന്ന വാഗ്ദാനമാണ് അല്ലാഹു നമുക്ക് നൽകുന്നത്. അല്ലാഹു ആ നോമ്പ് കൃത്യമായി പിടിക്കുകയും അത് അല്ലാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കുന്ന രൂപത്തിൽ ഈ പ്രതിഫലങ്ങളെ ലഭിക്കുന്നവരിൽ അല്ലാഹു എന്നെയും നിങ്ങളെയും ഒക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നോക്കിയേ, വഖദ് കാന നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യതഹറാ, അവിടെ നിന്ന് വല്ലാത്ത താല്പര്യം കാണിച്ചിരുന്നു. എന്തിനാണ്? സിയാമു യൗമ ആശുറ, ആശുറ ദിനത്തിലെ നോമ്പ് പിടിക്കാൻ, മുഹറം 10 നോമ്പ് പിടിക്കാൻ അവിടെ നിന്ന് വല്ലാത്ത പ്രാധാന്യം കാണിച്ചിരുന്നു എന്നുള്ളതാണ്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, മാ റഅയ്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം യതഹറാ സിയാമ യൗമിൻ ഫദ്ദലഹു അലാ അല്ലാഹുവിന്റെ റസൂൽ യൗമ ആശുറയിന്റെ നോമ്പിനെ പോലെ അത്രയും ശ്രദ്ധിച്ച മറ്റൊരു സുന്നത്ത് നോമ്പില്ല.
റമളാനിലെ ഫർള് കഴിഞ്ഞാൽ അവിടെ നിന്ന് ഏറ്റവും കൂടുതൽ പരിഗണിച്ച അഥവാ ആവേശത്തോടു കൂടി ശ്രദ്ധിച്ച നോമ്പാണ് എന്ത്? യൗമ ആശുറയിലെ നോമ്പ്, മുഹറം 10 നോമ്പ് അല്ലേ? അത് അടുത്ത വെള്ളിയാഴ്ച. ആരെങ്കിലുമൊക്കെ മറന്നിട്ടുണ്ടെങ്കിൽ, അലസതയിലുണ്ടെങ്കിൽ സഹോദരങ്ങളെ, ആ നോമ്പ് പിടിക്കണം എന്നൊരു നിയ്യത്ത് എന്ത് ചെയ്യണം? ഇപ്പോഴേ നമുക്കും വേണം. നമ്മുടെ മക്കളെ ഇപ്പോഴേ എന്ത് ചെയ്യണം? പറഞ്ഞ് ആ നോമ്പിനെ കുറിച്ച് പറഞ്ഞ് അതിനെ പിടിക്കാനുള്ളൊരു ശ്രദ്ധയും ഒരു പരിശ്രമവും താല്പര്യവും നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ഭാര്യ പിടിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം. മക്കളും വീട്ടിലെ എല്ലാവരും ആ നോമ്പ് പിടിക്കുന്നിടത്തൊരു ശ്രദ്ധ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ആ പ്രവാചകൻ അത്രയധികം ശ്രദ്ധിച്ചിരുന്നു ഈ നോമ്പ് പിടിക്കാൻ എന്നുള്ളതാണ്. സഹോദരങ്ങളെ, ഈ നോമ്പിന്റെ സബബ് എന്താണ്? സബബു സൗമിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലിയൗമി ആശുറ. യൗമ ആശുറയിലെ നോമ്പ് പിടിക്കാനുള്ള കാരണം എന്താണ്? ഹദീസുകളിൽ കാണാം. എന്താണ്? വഹസന്നാസ അലാ സൗമിഹി ഫഹുവ മാ റവാഉൽ ബുഖാരി. ബുഖാരി അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ കൊണ്ടുവന്ന 1865ാമത്തെ ഹദീസിൽ കാണാം. അൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു قال قدم النبي صلى الله عليه وسلم المدينة. الله بن رسول مدينة فرأى اليهود تصوم يوم عاشوراء. അവിടെ ചെന്നപ്പോൾ യഹൂദികൾ മുഹറം 10 നോമ്പെടുക്കുന്നുണ്ട്, ആശുറ നോമ്പെടുക്കുന്നുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, ഫഖാല മാ ഹാദാ, അല്ല പിന്നെന്താ ഒരു നോമ്പ്? ആര് ചോദിക്കുക? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെന്ന് ചോദിക്കുകയാണ്. ഈ സമയത്ത് അവർ പറഞ്ഞ മറുപടി എന്താ? ഈ സമയത്ത് അവർ പറഞ്ഞ മറുപടി, ഹാദാ യൗമുൻ സാലിഹുൻ, ഇതൊരു നല്ല ദിവസമാണ്. ഹാദാ യൗമുൻ നജ്ജല്ലാഹു ബനി ഇസ്രായീല മിൻ അദുബ്ബിഹിം ഫസാമഹു മൂസാ. ഇന്ന ദിവസം എന്ന് പറയുന്നത് ബനൂ ഇസ്രായീലരെ അല്ലാഹു ഫിർഔനിന്റെ കരങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തിയ ദിവസമാണ്. ഫസാമഹു മൂസാ, മൂസാ അലൈഹിസ്സലാം നോമ്പെടുത്തു. ഇതിങ്ങനെ കേട്ടപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ വാചകം എന്തെന്നറിയോ? ഖാല ഫഅന അഹഖു ബിമൂസാ മിൻകും. യഹൂദികളോട് പറഞ്ഞു, നിങ്ങളെക്കാൾ മൂസ എന്ന് പറയാൻ അവകാശം എനിക്കാണ്, മൂസ എന്ന് പറയാൻ അവകാശം ഞങ്ങൾക്കാണ്. ഫസാമഹു, എന്നിട്ട് അവിടെ നിന്ന് നോമ്പെടുക്കുകയും വഅമറ ബിസിയാമിഹി, നോമ്പെടുക്കാൻ കൽപ്പിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ഇനി നാലാമത്തെ കാര്യം എന്താണ്? ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത് എന്താണ്? മാഹിയ ദുനൂബുല്ലത്തി യുകഫിറുഹാ സൗമ ആശുറ. ആശുറ നോമ്പ് കൊണ്ട് പൊറുക്കപ്പെടുന്ന പാപങ്ങൾ എന്തൊക്കെയാണ്? പലപ്പോഴും ഒരു വർഷത്തെ പാപം പൊറുക്കും, അറഫ നോമ്പ് കൊണ്ട് ഒരു വർഷം കഴിഞ്ഞത് പൊറുക്കും, വരാനിരിക്കുന്നത് പൊറുക്കും. ഇതൊക്കെ വിചാരിക്കുമ്പോൾ ചിലര് വിചാരിച്ചിട്ടുണ്ട് എന്റെ എല്ലാം ഇതുകൊണ്ട് തീരുമാനാകും. എല്ലാം ഇതുകൊണ്ട് തീരുമാനാകൂല. പിന്നെയോ ആ ചെറിയ പാപങ്ങൾ, എല്ലാ ചെറുപാപങ്ങളും എന്ത് ചെയ്യും? യുകഫിറു, അതുകൊണ്ട് പൊറുക്കപ്പെടുന്നതാണ്. വതഖദീറുഹു യഗ്ഫിറു ദുനൂബഹു കുല്ലഹാ ഇല്ലൽ കബായിർ. വൻപാപങ്ങൾ ഒഴികെ ബാക്കി എല്ലാ ചെറുപാപങ്ങളും പൊറുക്കുമെന്ന. പലിശ പൊറുക്കില്ല, വ്യഭിചാരം പൊറുക്കില്ല, ഏഷണി പൊറുക്കില്ല, നമീമത്ത് പൊറുക്കില്ല, സിഹർ ചെയ്തത് പൊറുക്കില്ല, ശിർക്ക് പൊറുക്കില്ല, ഇതുപോലെയുള്ള ഒന്നും പൊറുക്കില്ല. വൻപാപങ്ങൾ ചെയ്തിട്ടുണ്ടോ? റബ്ബിനോട് മടങ്ങിക്കൊണ്ട് തെറ്റിൽ നിന്ന് മടങ്ങി, ഇനിയില്ല റബ്ബേ അറിയാതെയോ അറിഞ്ഞോ ചെയ്തതാണെന്ന വിഷമത്തോടു കൂടി ഇനി ആ തെറ്റിലേക്ക് മടങ്ങില്ല. അല്ലെ, ചില ലോട്ടറി എടുക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്, വൈകുന്നേരം ലോട്ടറി എടുത്തിട്ട് രാവിലെ അടിച്ചിട്ടില്ല, അപ്പൊ ഒരു തീരുമാനം എടുക്കും, ഇനിയില്ല, എന്നാലും വൈകുന്നേരം വീണ്ടും എടുക്കും, പിന്നെ രാവിലെ പിന്നെ ഒരു തൗബയാണ്. ആ തൗബ പറ്റൂല, ആ ഏർപ്പാടില്ല, അതൊരു തൗബയല്ല, അതൊരു വെറും വർത്താനാണ്, അതൊരു വെറും വർത്താനാണ്, അതൊന്നും തൗബയല്ല. തൗബ എന്ന് പറഞ്ഞെന്താ? ഒന്നാമത്തെ ഷർത്ത് ആ തെറ്റിൽ നിന്ന് പിൻവലിയണം എന്നുള്ളതാണ്. ആ തെറ്റിൽ നിന്ന് പിൻവലിയണം. പലിശ വാങ്ങിക്കൊണ്ട് കൊടുക്കുന്ന ആൾക്കാരൊക്കെ എന്താ ചെയ്യണ്ടേ? ഒന്നാമത് അങ്ങോട്ട് ക്ലോസ് ചെയ്യണം, എന്നിട്ട് തൗബയെ കുറിച്ച് ചിന്തിക്കേണ്ടതുള്ളൂ.
അല്ലാതെ എല്ലാ നിസ്കാരത്തിലും റബ്ബേ പുറത്തനെ കുടുങ്ങിക്കിടക്കണ റബ്ബേ. ആരാ കുടുക്കേ? എപ്പോഴാ കുടുങ്ങിയേ? ചിന്തിക്കുക, ആലോചിക്കുക. കൂടുതൽ പറയണില്ല സഹോദരങ്ങളെ, ആലോചിക്കുക. പരീക്ഷ എന്നുള്ള ആ ഭാഗങ്ങൾ, വൻപാപങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യൂല, ഇതുകൊണ്ട് പൊറുക്കപ്പെടുകയില്ല. ചെറിയ പാപങ്ങളാണ്, ചെറിയ പാപങ്ങൾ. ഏതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അറഫയിലെ നോമ്പ് പോലെ, ആശുറാഇന്റെ നോമ്പ് പോലെ, വഇദാ വാഫഖ തഅമീനുഹു തഅമീനൽ മലായിക. ഒരു ഇമാം ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈരിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ചില ഇമാമിങ്ങൾ ചിലപ്പോൾ എന്ത് ചെയ്യും, ആമീൻ പറയാൻ ശ്വാസം എടുക്കാനുള്ള സമയം ഉണ്ടാവും അല്ലേ? പക്ഷെ ഇവിടെ ആമീൻ തകർത്തിട്ടുണ്ടാവും. ആര് ഇമാമിങ്ങള്? ആരെങ്കിലും ഇമാമിന്റെ ആമീനോടുകൂടി വാഫക്ക യോജിച്ചു വന്നാൽ, അല്ലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, ഇമാം ആമീൻ കൊടുക്കുമ്പോഴാണ് മലക്കുകൾ ആമീൻ പറയാ. ഇമാം ആമീൻ പറയുമ്പോഴാണ് മലക്കുകൾ ആമീൻ പറയാം. അപ്പൊ മലക്കുകളുടെ ആമീനിനോട് ഒരാളുടെ ആമീൻ യോജിച്ചു വന്നാൽ അവന്റെ കഴിഞ്ഞുപോയ പാപങ്ങളൊക്കെ അതിലൂടെ പുറത്തു കിട്ടുമെന്ന് പറയുമ്പോ വൻപാപങ്ങളല്ല, അവിടെയും ചെറുപാപങ്ങളാണ്. കഴിഞ്ഞുപോയ പാപങ്ങൾ എന്ന് പറയുമ്പോ എല്ലാം പുറത്തിട്ടിയോ? ഇല്ല, ചെറിയ പാപങ്ങളാണ്, ചെറിയ തെറ്റുകളാണ്. അതാണ് അവിടെ പൊറുക്കുക എന്ന് പറഞ്ഞത് കൊണ്ടുള്ള ഉദ്ദേശം എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് വൻപാപങ്ങളല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതാണ് ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വഖാല ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ്, അദ്ദേഹം പറയുന്നു, തക്ഫീറുത് ത്വഹാറ വസ്സലാ വസിയാം റമളാൻ വഅറഫ വഅശൂറാ ഒരു നിസ്കാരം മറ്റൊരു നിസ്കാരം വരെയുള്ള ചെറുപാപങ്ങൾ പൊറുക്കപ്പെടും, അല്ലേ? ഒരു റമളാൻ മറ്റൊരു റമളാൻ വരെയുള്ള ചെറുപാപങ്ങൾ പൊറുക്കപ്പെടും. ഒരു ജുമുഅ മറ്റൊരു ജുമുഅ വരെയുള്ള ചെറുപാപങ്ങൾ പൊറുക്കപ്പെടും, അല്ലേ? ഒരു ത്വഹാറ, ഒരാൾ വുളു എടുത്തു, അയാളുടെ ശരീരത്തിൽ നിന്ന് എന്ത് ചെയ്യും? ആ വുളുവിന്റെ വെള്ളം ഊർന്നിറങ്ങുന്നതോടൊപ്പം അയാളുടെ പാപങ്ങൾ ഒഴുകിപ്പോകുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെയൊക്കെ ചെറുപാപങ്ങളാണ് എന്ന വിവരം നമ്മെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകണം. രണ്ടാൾക്കാരും ഉറങ്ങാൻ ശ്രമിക്കുന്നുണ്ട്, അല്ലേ? ഉറങ്ങാൻ ശ്രമിക്കണമെങ്കിൽ ശ്രദ്ധിക്കുക, ഇൻഷാ അല്ലാഹ്. ഉറക്കം പ്രശ്നമാണ്. നോക്കിയേ, ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അപ്പൊ യൗമ ആശുറയുടെ വിഷയം അതാണ്. ഇനിയോ യൗമു താസുഅ എന്ന് പറഞ്ഞാൽ എന്താണ്? മുഹറം 9 നോമ്പ്. അള്ളാന്റെ റസൂല് മുഹറം 9 നോമ്പ് എടുത്തിട്ടുണ്ടോ? ഇല്ല. എടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചില്ല. അള്ളാന്റെ റസൂൽ അവിടുത്തെ ജീവിതത്തിൽ എടുത്തിട്ടില്ല. പിന്നെന്താ യൗമു താസുഅയിനൊരു നോമ്പ്? അവിടെയാണ് നമ്മൾ പഠിക്കേണ്ടത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് കൃത്യമായി ഹീന സ്വമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യൗമ ആശുറ വഅമറ ബിസിയാമിഹി, അല്ലാഹുവിന്റെ റസൂൽ മുഹറം 10 നോമ്പെടുക്കുകയും നോമ്പെടുക്കാൻ കൽപ്പിക്കുകയും ചെയ്തു. ഖാലു, ഈ സമയത്ത് സഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ് ഇന്നഹു യൗമുൻ തുഅല്ലിമുഹുൽ യഹൂദു വന്നസ്വാറാ. അല്ലാഹുവിന്റെ റസൂലേ, ഇത് നസ്രാനികളും യഹൂദികളും ഒക്കെ വല്ലാതെ മഹത്വം കൽപ്പിക്കുന്ന ഒരു ദിവസമാണല്ലോ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ കാന അൽ-ആമുൽ മുഖ്ബിൽ, ഇൻഷാ അല്ലാഹ് അടുത്ത വർഷം ചെയ്യും, അടുത്ത വർഷം എന്തെയും ഇൻഷാ അല്ലാഹ് സുന്നൽ യൗമുത് താസി, നമ്മൾ മുഹറം 9 കൂടി എന്തെയും നോമ്പെടുക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു. ഖാല ഫലം യഅതിൽ ആമുൽ മുഖ്ബിലു ഹത്താ തുവഫിയ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷെ അടുത്ത വർഷം അല്ലാഹുവിന്റെ റസൂൽ എന്ത് ചെയ്തിട്ടില്ല? ജീവിച്ചിരുന്നിട്ടില്ല. അവിടുത്തെ ആഗ്രഹമായിരുന്നു അടുത്ത വർഷമായി കഴിഞ്ഞാൽ മുഹറം 9 എന്ത് ചെയ്യും? നോമ്പെടുക്കും എന്ന അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആ വാചകമാണ് യൗമു താസുഅഇന് നോമ്പെടുക്കുന്നതിൽ നാം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഒരാൾക്ക് യൗമ ആശുറ കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാം? 10 കഴിഞ്ഞ് 11 വേണമെങ്കിൽ നോമ്പെടുക്കാം. ഒരാൾക്ക് 10 അല്ല, അയാൾ 10ഉം 11 നോമ്പെടുക്കണം. പറ്റും. ഒരാൾക്ക് പറ്റും. കാരണം എന്താ? ഇവിടെ പണ്ഡിതന്മാർ പറഞ്ഞു, അസ്ൽ എന്താണ്? യഹൂദികളിൽ നിന്ന് വിഭിന്നമാവുക എന്നതാണ്. യഹൂദികൾ എന്താ ചെയ്തേ? മുഹറം 10 മാത്രമേ നോമ്പെടുത്തുള്ളൂ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എങ്കിൽ എന്ത് ചെയ്യും? അടുത്ത വർഷം നമ്മൾ 9 എടുക്കും. പണ്ഡിതന്മാർ പറഞ്ഞു, ഒന്ന് മുമ്പിലോ പിമ്പിലോ ആയിട്ട് എന്ത് ചെയ്യാം? ആ 10 എന്നതിന് മാത്രം ഒഴിവാക്കി ഒരാൾക്ക് എന്ത് ചെയ്യാം? അതിൽ വ്യതിരക്തത വരുത്താം എന്ന് പണ്ഡിതന്മാർ ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് നമുക്ക് പഠിപ്പിച്ചു തരുന്നതായി കൊണ്ട് കാണാൻ സാധിക്കും. ഈ ഹദീസിന്റെ അതിന്റെ
പാഠം എന്താണ്? മുഖാലഫത്തുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലിൽ യഹൂദി വൻ നസ്വാറാ, യഹൂദികളിൽ നിന്നും നസ്രാനികളിൽ നിന്നും ജൂത ക്രൈസ്തവരിൽ നിന്നും എല്ലാ നിലക്കും വിഭിന്നമാകണമെന്നുള്ളതാണ്. ഒരു നോമ്പിന്റെ വിഷയത്തിൽ പോലും. എന്നിട്ട് പപ്പാനിയുടെ കോലം കെട്ടി നടക്കാൻ പറ്റുമോ എന്ന് ചോദിക്കണേ. ഒരു നോമ്പിന്റെ വിഷയത്തിൽ പോലും എന്തില്ല, അവരെടുക്കണ ദിവസം മാത്രമായിട്ട് എടുക്കാൻ പറ്റൂല, ഒരു ദിവസം വേറെ എടുക്കണം എന്ന് പഠിപ്പിച്ചു. അല്ലേ, ക്രിസ്മസിന് ആടാൻ പറ്റോ, ചാടാൻ പറ്റോ, പപ്പാനിയുടെ ഒപ്പം പോകാൻ പറ്റോ? അല്ലേ, അങ്ങനെയൊക്കെ ചോദിക്കുന്ന ആൾക്കാർക്ക് ഇതിൽ വലിയ പാടുണ്ട്, ഇതിൽ കുറെ പഠിക്കാനുണ്ട്, ശ്രദ്ധിക്കാനുണ്ട്. മനസ്സിലായി, ഇതിലൊക്കെ കുറെ ഗുണപാഠങ്ങളുണ്ട്. സഹോദരങ്ങളെ, മറ്റുള്ളവരിൽ നിന്ന് വിഭിന്നമാകണം എന്നുള്ളത് ഈ നാട്ടിലൊരു തോന്നിവാസി ഉണ്ടെന്ന് വിചാരിക്കും, അയാളുടെ വേഷം പോലും ഒരു വിശ്വാസി ധരിക്കാൻ പറ്റൂല, ആ കോലത്തിൽ നടക്കാൻ പറ്റൂല എന്ന് പഠിപ്പിക്കുകയാണ് ഇസ്ലാം. പള്ളിയിൽ എല്ലാ പള്ളിയിലുണ്ട് റൊണാൾഡോ, മെസ്സിയും, അല്ലേ, പിന്നെ അങ്ങനത്തെ കുറെ ടീമൊക്കെ എല്ലാ പള്ളിയിലുണ്ട്. ഫസ്റ്റ് സഫിലൊക്കെ ഇരിക്കണേ മെസ്സിയാണ്, അല്ലെ. എല്ലാ കുട്ടികളും ജേഴ്സി ഇട്ട പള്ളിയിൽ തന്നെ. നിങ്ങൾ ആലോചിച്ച് നോക്കേ, നമ്മുടെ കുട്ടികൾ ഇല്ലാന്നൊരു ഉറപ്പ് നമുക്ക് വരുത്താൻ പറ്റോ? അതെങ്കിലും ശ്രദ്ധിക്കുക, അല്ലെ. പിന്നിൽ എഴുത്തുള്ള ഒരു വസ്ത്രം കൊണ്ടും ഒരാളും നിസ്കാരത്തിൽ അതിനെ ശ്രദ്ധിക്കരുത്, ആ വസ്ത്രം ധരിച്ച് വരരുത് എന്നത് കൃത്യമാണ്. മറ്റുള്ളവന്റെ നിസ്കാരം ഫസാദാക്കിയതിന്റെ കുറ്റം പേറി ഈ വീട്ടിലേക്ക് പോകേണ്ടി വരും. നാളെ പരലോകത്ത് റബ്ബ് ചോദിക്കും, എന്തേ എന്ന് ചോദിച്ചാൽ എന്തു മറുപടി പറയാൻ പറ്റും? സഹോദരങ്ങളെ, ശ്രദ്ധിക്കണം. നിസ്കാരത്തിൽ ശ്രദ്ധ കിട്ടാൻ സുജൂദിന്റെ ഭാഗത്തേക്ക് നോക്കണമെന്ന് പഠിപ്പിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു രൂപമോ ഒരു എഴുത്തോ ഒന്നും തന്നെ നമ്മൾ പാടില്ല, ശ്രദ്ധിക്കണം. എല്ലാ ഡ്രസ്സിന്റെ പിന്നിലുണ്ട് എന്തെങ്കിലുമൊക്കെ എഴുതിയിട്ടുണ്ട്. എഴുതിന്റെ അർത്ഥമൊന്ന് വായിച്ചു നോക്കിക്കോട്ടെ. പിള്ളേരൊക്കെ ചില ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് വരും. എന്താണ് അതിന്റെയൊക്കെ ഇംഗ്ലീഷിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ എഴുതിയിട്ടുണ്ടോ, വാപ്പ മേടിച്ചു കൊടുത്തതാ. പക്ഷെ അതിന്റെ അർത്ഥം നോക്കി കഴിഞ്ഞാലുണ്ടല്ലോ, ചിലപ്പോ ശരിക്കും കരയും, ചിലപ്പോ എന്ത് ചെയ്യും, എന്തോക്കെ വൃത്തികെട്ട അർത്ഥങ്ങളുള്ള പലതും ധരിച്ചുകൊണ്ട് നമ്മുടെ മക്കൾ എന്ത് ചെയ്യണത്, അതൊക്കെ ഇട്ട് നടക്കണത്. സഹോദരങ്ങളെ, നമ്മൾ ചിന്തിക്കുക. വിശ്വാസികളെ കുറിച്ച് പറഞ്ഞപ്പോ പറഞ്ഞില്ലേ, അവര് അനിൽ ലഗ്വി മുഅ്രിദൂൻ. അതിന്റെ ആദ്യത്തെ ആയത്ത് എന്താണെന്നറിയോ? അത് അഫ്ലഹൽ മുഅ്മിനൂൻ, തീർച്ചയായും മുഅ്മിനീങ്ങൾ വിജയിച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലിങ്ങനെ പറഞ്ഞു വന്നിട്ട് പറഞ്ഞു എന്ത്, വല്ലദീനഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ, ലഗ്വിൽ നിന്ന് തിരിഞ്ഞു കളയുന്നവരാണ്. അവന് പ്രയോജനമില്ലാത്ത വാക്കിൽ നിന്നും പ്രവർത്തികളിൽ നിന്നും അവൻ തിരിഞ്ഞു കളയുന്നു. അതാണ് ലഗ്വി എന്ന് പറഞ്ഞതിനെ മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തിയത്. അങ്ങനെയൊക്കെ പറഞ്ഞ സഹോദരങ്ങൾ, അത് വിശ്വാസിയുടെ ക്വാളിറ്റിയാണ്. എല്ലാവർക്കും അതിലേക്കൊന്നും എത്താൻ പറ്റൂല. നിങ്ങളുടെ മനസ്സ് പറയുന്നത് ഇങ്ങനെയൊക്കെ പറഞ്ഞ നമുക്ക് പ്രയോജനം ഇല്ലാത്ത എന്തിൽ നമ്മ സമയങ്ങളുണ്ടോ? വിശ്വാസിയുടെ ഗുണമില്ല. നമുക്ക് ഉപകാരമില്ലാത്തതിൽ നാം സമയം ചെലവഴിക്കുന്നുണ്ടോ? സംസാരത്തിൽ ചെലവഴിക്കുന്നുണ്ടോ? വിശ്വാസിയുടെ ക്വാളിറ്റിയല്ല. അങ്ങനെയൊക്കെ പറഞ്ഞ അങ്ങനെ ശരിയാവാ? അങ്ങനെയൊക്കെ പറഞ്ഞ ശരിയാവും. പക്ഷെ എല്ലാവരെയും ഈ വിശ്വാസി മുഅ്മിൻ എന്ന ദർജയിലേക്ക് എല്ലാവരും എത്തൂല. മുസ്ലിം ഉണ്ട്, മുഅ്മിൻ ഉണ്ട്, മുഹ്സിൻ ഉണ്ട്. ഈ ദർജകളിൽ മുസ്ലിങ്ങളിലാണ് കുറെ പേരൊക്കെ കുടുങ്ങിക്കിടക്കുന്നത്. മുസ്ലിം എന്നുള്ള മുസ്ലിമാണ്, അത്രേ ഉള്ളൂ. അതിന്റെ അപ്പുറത്തേക്ക് പോകാനുള്ളൊരു പരിശ്രമം അവൻ അത് പഠിച്ച് അവന്റെ ജീവിതത്തിൽ ക്രമീകരിച്ച് ശ്രദ്ധിച്ചവൻ നടത്തുന്നില്ല എന്നതാണ് സത്യത്തിൽ ആ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. സഹോദരങ്ങളെ, മഹാനായ മൂസ നബി അലൈഹിസ്സലാമയുടെ ചരിത്രങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അല്ലെ, ധാരാളം ചരിത്രങ്ങൾ, ധാരാളം ആയത്തുകൾ തന്നെ. അതൊക്കെ ഞാൻ റെഫർ ചെയ്യാൻ വേണ്ടി കുറച്ച് ആയത്തുകളൊക്കെ ഞാൻ ഇങ്ങനെ പറഞ്ഞുതരാം. നമ്മളൊക്കെ വീട്ടിൽ പോയിട്ട് നന്നായിട്ട് ഊതി നോക്കേണ്ട ഭാഗങ്ങളാണ് അല്ലെ. സൂറത്ത് ബഖറയിലുണ്ട് 49-50 ആയത്തുകളുണ്ട്. സൂറത്ത് ത്വാഹയിലുണ്ട്, ശുഅറായിലുണ്ട്. എത്ര ആയത്തുകളാണ്. മൂസാ നബി അലൈഹിസ്സലാമയുടെ ചരിത്രം പരിശുദ്ധ ഖുർആൻ വിശദീകരിച്ച് പറഞ്ഞു തന്നിട്ടുള്ളത്. അവിടെയൊക്കെ എത്ര അത്ഭുതങ്ങളാണ്. മൂസാ നബിയുടെ ജനനം തന്നെ വലിയ അത്ഭുതമല്ലേ സഹോദരങ്ങളെ? എത്ര വലിയ അത്ഭുതമാണ്. ആ ജനനം നടക്കുന്ന സമയത്ത് ആ നാട്ടിലെ രാജാവിന്റെ കൽപ്പന എന്താണ്? വിശുദ്ധ ഖുർആൻ സൂറത്ത് ബഖറയിൽ അല്ലാഹു പറയാം, വൈദ് നജൈനാകും മിൻ ആലി ഫിർഔന യസൂമുനകും സൂഅൽ അദാബി യുദബ്ബിഹൂന അബ്നാഅകും. ആൺകുട്ടികളെ അറുകൊല ചെയ്യുന്ന സമയത്താണ് മൂസാ നബി അലൈഹിസ്സലാമയുടെ ജനനം നടക്കുന്നത്. വയസ്തഹയൂന നിസാഅകും, അവരിലെ പെണ്ണുങ്ങളെ ജീവിക്കാൻ വിടുന്ന കാലഘട്ടം. ആൺമക്കളെ കൊന്നുകളയാ. ഒരു പെണ്ണ് പ്രസവിച്ച് ആ ചോര പൈതലിന് 2 കാലും ചേർത്ത് പൊക്കിപ്പിടിച്ച് ആണാണെന്നറിഞ്ഞാൽ കഴുത്തറുത്ത് കൊല്ലുന്ന ഒരു നാട്ടിലാണ് മൂസാ നബി അലൈഹിസ്സലാം ജനിച്ചു വീഴുന്നു പറയുമ്പോൾ
ആ ജനിച്ച മൂസാ നബിയെ ഒരു പോറൽ പോലും വരുത്താതെ ഏത് രാജാവ് കൊല്ലുമെന്ന് പറഞ്ഞു ആ രാജാവിന്റെ വീട്ടിൽ എല്ലാവിധ സൗകര്യങ്ങളോടും കൂടി ഏത് ഉമ്മ പ്രസവിച്ചുവോ ആ ഉമ്മയുടെ അമ്മിഞ്ഞ കുടിച്ച് ജീവിക്കാൻ സൗകര്യമൊരുക്കിയ റബ്ബ്. സഹോദരങ്ങളെ, ആ റബ്ബ് നിങ്ങളുടെ ജീവിതത്തിലെ ഏത് പ്രതിസന്ധിയെയും മാറ്റാൻ കഴിവുള്ളവനല്ലേ? ഒരു ചിന്തയല്ലേ സഹോദരങ്ങളെ? നിങ്ങൾ എന്ത് അനുഭവിക്കുന്നുണ്ടോ, എന്ത് പ്രശ്നം നിങ്ങൾക്കുണ്ടോ, ആ റബ്ബ് മാറ്റിത്തരില്ലേ? ആ റബ്ബിനോട് ചോദിച്ചാൽ അവനല്ലാതെ പിന്നെ ആര്? അതൊരു ചിന്തയല്ലേ സഹോദരങ്ങൾ? അവനല്ലാതെ പിന്നെ ആര്? ഇത്ര റബ്ബിനെ കുറിച്ച് ഇങ്ങനെ ചരിത്രമൊക്കെ വായിച്ചു ഓർക്കുമ്പോൾ റബ്ബേ അല്ലേ, എല്ലാത്തിനും അല്ലെ. മുസാ നബിയുടെ ഉമ്മാന്റെ ഒരു രംഗം നോക്കി. ഉമ്മാന്റെ ഒരു രംഗം, പ്രസവിച്ച കുട്ടീനെ പെട്ടിയിലാക്കാൻ പറഞ്ഞു. ഉമ്മ അനുസരിച്ചു. പിന്നെന്താ പറഞ്ഞേ? നദിയിലൊഴുക്കാൻ പറഞ്ഞു. പെട്ടി കൊണ്ടുപോയി. നമ്മുടെ ഇന്നത്തെ പെണ്ണുങ്ങൾ എന്താ വിചാരിക്കുക, അല്ലെങ്കിൽ ഇന്നത്തെ ഭർത്താക്കന്മാർ എന്താ വിചാരിക്കുക? ഇനമ്പതാം അവരൊന്ന് കൊല്ലണല്ലേ? ഈ പിഞ്ചു കുഞ്ഞിനെ പെട്ടിയിലാക്കി പുഴയിൽ ഒരുക്കി കഴിഞ്ഞാൽ ആ പുഴയെ കിടന്ന് മുങ്ങി മരിക്കൂലേ? അങ്ങനെ ചിന്തിക്കുക. അള്ളാന്റെ നടപടികൾ അങ്ങനെയാണ്. പലപ്പോഴും നമ്മളൊക്കെ ചിന്തിക്കുക, ചില സമയത്തൊക്കെ നമുക്ക് കച്ചവടത്തിൽ നഷ്ടം വരാറുണ്ട്, ജീവിതത്തിൽ പലർക്കും രോഗങ്ങൾ വരാറുണ്ട്. ഇതൊക്കെ എന്തോ ഒരു ഹൈർ എന്റെ റബ്ബ് ഞാൻ അറിയാത്തത് എന്റെ ജീവിതത്തിൽ ഒളിപ്പിച്ചു വച്ചിട്ടുണ്ട്. ചിലപ്പോ നീ അങ്ങോട്ട് നല്ല പണക്കാരനൊക്കെ ആയിട്ട് ഇന്നെടുക്കണ ഇബാദത്ത് പോലും എടുക്കാൻ പറ്റാതെ അല്ലെ, ലിബറൽ വാദികളുടെയും യുക്തിവാദികളുടെയും കുഫ്രിന്റെ വക്താക്കളുടെയും ഒപ്പം നീ പിഴച്ചു പോകുമെന്ന് നിന്നെ കുറിച്ച് അറിയുന്ന റബ്ബ് നിന്റെ ജീവിതത്തെ ഒന്ന് പിടിച്ചു നിർത്താൻ വേണ്ടി നിന്റെ ജീവിതത്തിൽ ചില പരീക്ഷണങ്ങൾ നൽകിയതാണെങ്കിലോ നമുക്ക് അറിയില്ല, അള്ളാഹ്ക്കറിയും, അള്ളാഹുവിനറിയും. അതുകൊണ്ടുണ്ടല്ലോ ജീവിതത്തിൽ എന്തു വന്നാലും ഏത് കാര്യത്തിലും ആ റബ്ബിനോട് മനസ്സിലാക്കിയിട്ട് ആ റബ്ബിനെ ഫോളോ ചെയ്യാൻ നമുക്ക് കൃത്യമായി പറ്റണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ, അങ്ങനെ ഒരു സമയത്ത് എന്ത് ചെയ്തു, അതിൽ നിന്ന് രക്ഷപ്പെടുത്തി ഞാൻ എന്ന് പഠിപ്പിക്കുകയാണ്. രണ്ടാമത്തെ രംഗം എന്താണ്? മൂസാ നബിയുടെ ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്ന രണ്ടാമത്തെ രംഗം എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല ഉമ്മാക്ക് ബോധനം കൊടുത്തതാണ്. പ്രസവിച്ച ഉമ്മാനോട് അല്ലാഹ് പറഞ്ഞു, പെട്ടിയിലാക്കി കുട്ടീനെ നൈൽ നദിയിൽ ഒഴുക്കി വിടാൻ പറഞ്ഞു. ആ ഒഴുക്ക് പോയി എത്തുന്നത് രാജകൊട്ടാരത്തിന്റെ അവിടുത്തെ ആളുകൾ കുളിക്കുന്ന ഭാഗങ്ങളിൽ വന്ന പെട്ടി കണ്ട്, പെട്ടിയിൽ സുന്ദരവദനനായ അല്ലെ വളരെ പുഞ്ചിരിയോടുകൂടി ആര് കണ്ടാലും ഒഴിവാക്കാത്ത രൂപത്തിൽ ആ കുട്ടീനെ കണ്ടപ്പോ ഒരു നോർമൽ ചിന്തയല്ലേ സഹോദരങ്ങൾ? എന്ത്, ഒരു ആൺകുട്ടീനെ കൊല്ലണ കാലത്ത് ഒരു ആൺകുട്ടീനെ പെട്ടി കൂടി ഒഴുക്കുണ്ടെങ്കിൽ ഉറപ്പല്ലേ ആര്? ആ നാട്ടുകാർ ഇട്ടായിരിക്കുന്ന ഉറപ്പല്ലേ? ഏത് ലോജിക്കല്ലേ? നമ്മളൊന്ന് ചിന്തിച്ചു. ആൺകുട്ടീനെ കൊല്ലണ നാട്ടില് ഒരു ആൺകുട്ടീനെ പെട്ടിയിൽ ഒഴുക്കി വിടണമെങ്കിൽ ഉറപ്പല്ലേ? ഇത് ഏതൊരാൾ ചെയ്ത പണിയാണെന്ന്. എന്നിട്ട് പോലും ആ കുട്ടീനെ കൊന്നുകളയാൻ തോന്നാതെ മനസ്സിന്റെ ഉള്ളിൽ ഒരു ഇഷ്ടം ഇട്ടുകൊടുത്തവനാരാ? ഏത് ശത്രുവിന്റെ ഉള്ളിലും അവന്റെ മനസ്സിനെ വരെ നിയന്ത്രിക്കാൻ കഴിവുള്ളവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല. ഏത് പ്രതിസന്ധികളെ അനുകൂല സാഹചര്യമാക്കി മാറ്റാൻ കഴിവുള്ളവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല. അല്ലാഹ് ഇങ്ങനെ അങ്ങോട്ട് ഖുർആൻ ഓതി ഇങ്ങനെ അങ്ങോട്ട് മനസ്സിലാക്കി നോക്കി. പിന്നെ ഒരാളുടെ അടുത്തേക്ക് പോകൂല, ഒരു ജാറത്തിലേക്കും പോകൂല, ഒരു മഖബറയിലേക്കും പോകൂല, ഒരു ആൾ ദൈവത്തിന്റെ അടുക്കലേക്കും പോകൂല, ഒരു പടപ്പിന്റെ അടുക്കലും കൈ നീട്ടി ഒന്നും പറയില്ല. കാരണം എന്താ? എല്ലാം പടച്ചവൻ നൽകുമെന്ന വിശ്വാസം അവനിൽ ഊട്ടി ഉറപ്പിക്കാൻ ഈ ഒരു നോമ്പുണ്ടല്ലോ, യൗമ ആശുറ, നമുക്ക് നൽകുന്ന സന്ദേശങ്ങളിൽ പെട്ടതാണ് സഹോദരങ്ങൾ. മൂസാ നബിയുടെ ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ ഇതൊക്കെ നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് നമുക്കതിനെ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കണം. അങ്ങനെ മൂസാ നബി അലൈഹിസ്സലാം ഫറോവയുടെ കൊട്ടാരത്തിലേക്ക് പോയി ദഅവത്തൊക്കെ നടത്തി അല്ലേ? അവിടെയും വല്ലാത്തൊരു രംഗമുണ്ട്. എന്താണ്? മൂസാ നബി അള്ളാനെ പരിചയപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ ചുരുക്കി ഇങ്ങനെ പറയാൻ സഹോദരങ്ങൾ, അള്ളാനെ പരിചയപ്പെടുത്തി. അള്ളാഹ് ആരാണെന്ന് ചോദിച്ചു. റബ്ബുനല്ലദീ അഅതാ കുല്ല ശൈഇൻ ഖൽഖഹു സുമ്മ ഹദാ, എല്ലാത്തിനെയും സൃഷ്ടിച്ചവൻ, എല്ലാത്തിനും അതിന്റെ മാർഗം കാണിച്ചവൻ, എല്ലാത്തിനും അതിന്റെ കൃത്യമായ രൂപരേഖ വരച്ച് കാണിച്ചു കൊടുത്തവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ന് പഠിപ്പിച്ചു. സഹോദരങ്ങൾ, നിങ്ങൾ ചിന്തിച്ചു, നിങ്ങൾ പഠിച്ച പല കോഴ്സുകളും അല്ലെ അല്ല നിങ്ങൾ എടുക്കുന്ന ജോലി ആണോ? അല്ല, നമ്മൾ പഠിച്ചത് വേറെ ഇരിക്കും, ജോലി ചെയ്യണ വേറെ ഇരിക്കും. അള്ളാഹ് തീരുമാനിച്ചെടുത്തൊക്കെയാണ് എന്ത് ചെയ്യുള്ളൂ നമ്മൾ ഇങ്ങനെ എത്തുക എന്നൊരു സത്യമാണ്, മനസ്സിലാക്കേണ്ടതാണ്. പല പ്രൊഫഷനിലും എഞ്ചിനീയർ
ആയ കുട്ടികളൊക്കെ ഇവിടുന്ന് എഞ്ചിനീയറൊക്കെ എടുത്ത് ഓസ്ട്രേലിയയിലൊക്കെ പോയിട്ടുണ്ട്. എന്താ പണിന്ന് അറിയോ? പെട്രോൾ പമ്പിൽ പെട്രോൾ അടിച്ചു കൊടുക്കണം. വെറുതെ സത്യം പറയണേ, പല എഞ്ചിനീയർമാരും ഇവിടെ ലണ്ടനിൽ പോയി പഠിക്കണ ജോലി എടുക്കണ കുട്ടികളൊക്കെ ഉണ്ടല്ലോ. ജോലി എന്ന് ചോദിച്ചു പറയൂല. പലരും എടുക്കണ പണി എന്താണെന്നറിയോ? അവിടുത്തെ ഏറ്റവും ലോ പണിയാണ്. നല്ല സാലറി ഉണ്ട്, നല്ല സാലറി ഉണ്ട്. അങ്ങനെ ഇല്ലാത്ത കുട്ടികളും ഉണ്ടാവട്ടോ. ഞാൻ എല്ലാവരും അടിച്ചിങ്ങനെ പറഞ്ഞൊന്നുമല്ല, മോശപ്പെടുത്തി പറഞ്ഞതുമല്ല, പമ്പിലെ പണി മോശമാണെന്നും പറഞ്ഞതല്ല. ഞാൻ പറഞ്ഞത് പല പഠനങ്ങൾ നടത്തിയിട്ടും എന്താണ് ജോലികൾ വ്യത്യസ്തങ്ങളായി ചെയ്യുന്ന ആളുകളുണ്ട് അല്ലേ? അതല്ല, അള്ളാഹുവിന്റെ തീരുമാനങ്ങൾ പലപ്പോഴും ഇവിടെയൊക്കെ ഉണ്ട് എന്നത് എപ്പോഴും എല്ലായിടത്തും അതാണ് നടക്കുന്നത് എന്ന കൃത്യമായ ബോധം നമ്മെ സംബന്ധിച്ചിടത്തോളം വേണം. അങ്ങനെ ഫിർഔൻ എന്ത് പറഞ്ഞു? നമുക്കൊരു മത്സരം നടത്താന്നൊക്കെ പറഞ്ഞു. അങ്ങനെ മത്സരം നടത്താൻ ഒരുക്കമുണ്ടാക്കി. ഇന്ത്യയിൽ നിന്ന് വരെ ജാലവിദ്യക്കാരെ കൊണ്ടുപോയി, ഇന്ത്യയിൽ നിന്ന് വരെ സാഹിര്യങ്ങളെ കൊണ്ടുപോയി. എന്തിന്? ഇവിടെ ഈ ഒരു കാര്യങ്ങൾ നടത്താൻ, മത്സരം നടത്താൻ. അങ്ങനെ ജാലവിദ്യക്കാര് മൂസാ നബിയും ഒക്കെ മത്സരത്തിന്റെ മുമ്പിലെത്തിയപ്പോൾ ഖാലു യാ മൂസ, മൂസാ നബിയോട് അവര് പറഞ്ഞു, ഇമ്മ അൻ തുൽഖിയ വ ഇമ്മ അൻ നകൂന അവ്വല മൻ അൽഖ. ഒന്നില്ലെങ്കിൽ നിങ്ങൾ മൂസ നീ ഇട്, അല്ലെങ്കിൽ ഞങ്ങൾ ഇടാം. മൂസാ നബി പറഞ്ഞു ബൽ അൽഖു, നിങ്ങൾ ഇട്ടോ. ഫഇദാ ഹിബാലുഹും വ ഇസിയ്യുഹും യുഖയ്യലു ഇലൈഹി മിൻ സിഹ്രിഹിം അന്നഹാ തസ്ആ. അവരിട്ട കയറുകളും അവരിട്ട വടികളും ഒക്കെ മൂസാ നബിക്ക് അതൊക്കെ ഇങ്ങനെ എഴുകുന്നതായി തോന്നി. ഫഔജസ ഫീ നഫ്സിഹി ഖൈഫതൻ മൂസാ, മൂസാ നബിയുടെ മനസ്സിൽ ഒരു പേടി കുടുങ്ങി. ഖുൽനാ, ഞാൻ പറഞ്ഞു, നാം പറഞ്ഞു, അല്ലാഹ് പറയാ, ലാ തഖഫ് ഇന്നക അൻതൽ അലാ. മൂസ പേടിക്കണ്ട, നീ തന്നെയാണ് വിജയിക്കുക. എന്തൊരു വലിയ സമാധാനത്തിന്റെ വാക്കാണ്. മൂസ പേടിക്കുന്നു വേണ്ട അല്ലെ? ആ പാമ്പൊക്കെ ഇങ്ങനെ നീ തന്നെ വിജയിക്കുള്ളൂ, പേടിക്കണ്ട മൂസ, അള്ളാന്റെ സമാധാനമാണ്. അങ്ങനെ മൂസ നിന്റെ വലത്തെ കയ്യിലുള്ളത് നീ ഇട്ടുകൊള്ളുക. അങ്ങനെ മൂസാ നബി ഇട്ടു. എന്ത് ചെയ്തു? സാഹിര്യങ്ങൾ ഇട്ടതൊക്കെ അതൊക്കെ അവരുടെ തന്ത്രങ്ങളൊക്കെ പരാജയപ്പെട്ടു. എന്നിട്ട് അള്ളാഹ് ഒരു അടിസ്ഥാനം പഠിപ്പിക്കുന്നുണ്ട്, വലാ യുഫ്ലിഹു സാഹിറു ഹൈസു അതാ. ഏത് മന്ത്രവാദി ആയിക്കോട്ടെ ഒരിക്കലും വിജയിക്കൂല. ആര് സിഹർ ചെയ്താലും അതിന് ആത്യന്തികമായ വിജയമൊന്നുമില്ല. അതിന് പരിഹാരം ഇവിടെ ഉണ്ട്. അതിന് പരിഹാരവും പ്രതിവിധികളും ഇസ്ലാം പഠിപ്പിച്ച രൂപത്തിലുള്ള മന്ത്രങ്ങളും ഒക്കെ ഇവിടെയുണ്ട്. മനസ്സിലായില്ലേ? അതിന്റെ അപ്പുറത്തേക്ക് ഇടപെടാൻ ഒരു സാഹിറിന് പറ്റൂല എന്ന അള്ളാഹ് അടിസ്ഥാനപരമായി ഇവിടെ നമ്മെ പഠിപ്പിക്കുകയാണ്. ഇതിങ്ങനെ കണ്ടപ്പോ അവരുടെ കയറും ഇതൊക്കെ ഈ പാമ്പുകൾ വിഴുങ്ങുന്നതായി കണ്ടപ്പോ ഈ സാഹിര്യങ്ങളിൽ ഉണ്ടായ മാറ്റം എന്താണെന്നറിയോ? ഈ സാഹിര്യങ്ങൾ സുജൂദ് ചെയ്യാൻ തുടങ്ങി. ഖാലു, എന്നിട്ട് അവർ പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? അമന്നാ ബിറബ്ബി ഹാറൂന വ മൂസ. ഞങ്ങൾ മൂസയുടെയും ഹാറൂനിന്റെയും റബ്ബിലിതാ വിശ്വസിച്ചിരിക്കുന്നു. അവർക്ക് മനസ്സിലായി, ഞങ്ങൾ കാണിക്കുന്ന പഠിച്ച ചപ്പടി വിദ്യകളൊന്നുമല്ല മൂസയുടെ പിന്നിലുള്ളത്. ഞങ്ങൾ കാണിക്കുന്ന കൺകെട്ട് വിദ്യകളൊന്നുമല്ല മൂസയുടെ പിന്നിലുള്ളത്. മറിച്ച് അതിന്റെ പിറകിൽ ഒരു ശക്തിയുണ്ട്, അതിന്റെ പിന്നിൽ ഒരു സത്യമുണ്ട്. അവൻ പറയുന്നതാണ് അതിന്റെ സത്യം എന്ന് ഒരു നിമിഷത്തെ മത്സരത്തിന്റെ ഇടയിൽ മനസ്സിലാക്കിയ സാഹിര്യങ്ങൾ അവരെന്താ ചെയ്ത്? കുറച്ചുകൂടെ കഴിയട്ടെ എന്നല്ല വിചാരിച്ചേ. നാട്ടുകാരെന്ത് വിചാരിക്കുന്നു വിചാരിച്ചില്ല. ഞങ്ങളെ കൊണ്ടുവന്ന രാജാവ് എന്ത് വിചാരിക്കുമെന്ന് വിചാരിച്ചില്ല. അവരെന്താ പറഞ്ഞേ? ആമന്നാ, ഞങ്ങൾ വിശ്വസിച്ചു. ആരെ ഞങ്ങൾക്ക് നോക്കാനൊന്നുമില്ല, അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല, ആരും നോക്കാനില്ല. കുടുംബക്കാരെന്ത് പറഞ്ഞാലും നാട്ടുകാരെന്ത് പറഞ്ഞാലും മഹല്ലിൽ നിന്ന് ബഹിഷ്കരിച്ചാലും ഒക്കെ ശരി, സത്യം ഇതാണെന്ന് മനസ്സിലായ പിന്നൊരു മാറ്റില്ല. എന്താ കാരണം എന്നറിയോ? അവര് പറയാനുള്ള കാരണം എന്താണ്? അവര് പറയുന്നുണ്ട്, ഈ സമയത്ത് ഫിരൗൻ വന്നിട്ട് ഇവരോട് പറയുന്നുണ്ട്, എന്ത്, നിങ്ങൾ മൂസയിൽ വിശ്വസിച്ചിരിക്കുകയാണോ? എന്നോട് ചോദിക്കാതെ മൂസയിൽ നിങ്ങൾ വിശ്വസിച്ചോ? എനിക്ക് മനസ്സിലായി, മൂസയാണ് നിങ്ങളുടെ ഗുരുനാഥൻ. ഗുരുവിന്റെ അടുത്ത തന്ത്രമാണ്. എന്താണ്? ഇനിയിപ്പോ പിടിച്ചിരിക്കാൻ പറ്റൂല, ജനങ്ങളൊക്കെ കണ്ടു മൂസ വിജയിച്ചിട്ടുണ്ട് എന്ന്. ഇനിയിപ്പോ എന്താ തന്ത്രം? നിങ്ങളുടെ ഗുരുനാഥൻ മൂസയാണ് എന്ന് നിങ്ങൾ ഒത്ത കളി അവിടെ നടക്കണേ, എന്നിട്ട് എന്നെ തോപ്പിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ ഈ ചെയ്യുന്നത് എന്ന് പറഞ്ഞു. എന്നിട്ട് ഒരു പേടിപ്പെടുത്തലാണ്. ഫല അഖ്തഅന്ന ഐദിയകും വഅർജുലകും മിൻ ഖിലാഫിൻ വല ഉസല്ലിബന്നകും ഫീ ജുസൂഇൻ നഖ്ലി. കയ്യും കാലും വിപരീത ദിശകളിൽ മുറിച്ചു കളയും, അതുപോലെ ഈത്തപ്പനയുടെ തടിയിൽ നിങ്ങളെ കുരിശായി തറക്കും. ഇങ്ങനെയൊക്കെ പേടിപ്പിച്ചു. ആരെ?
ഈ ജാലവിദ്യക്കാര് പറഞ്ഞതെന്നറിയോ? ഖാലു ലൻ നുസിറക അലാ മാ ജാഅന മിനൽ ബയ്യിനാത്ത്. ഞങ്ങൾക്ക് അല്ലാഹ് എന്നതും അല്ലാഹുവിലുള്ള വിശ്വാസം എന്നതും അല്ലാഹുവിനോട് ചോദിച്ചാൽ കിട്ടുമെന്നതും അല്ലാഹുവിനോട് മാത്രമേ ചോദിക്കാൻ പാടുള്ളൂ എന്നതും ആ പ്രവാചകൻ പഠിപ്പിച്ച മാതൃകകളെ സ്വീകരിക്കാൻ പാടുള്ളൂ എന്നതും ബിദ്അത്തുകളൊന്നും സ്വീകരിക്കാൻ പാടില്ല എന്നതും ഞങ്ങൾക്ക് ബോധ്യമായി കഴിഞ്ഞു. ഇനിയോ നീ എന്ത് ചെയ്താലും ഫഖ്ളി മാ അൻത ഖാളിൻ, നീ വിധിച്ചോ, കൊല്ലോ, നീ കൊന്നോ, മഹല്ലിന്ന് ഒഴിവാക്കോ, നിങ്ങൾ ഒഴിവാക്കിക്കോ, ഒരു പ്രശ്നവുമില്ല. നിങ്ങൾക്ക് ഇടപെടാൻ പറ്റുന്നത് ഈ ദുനിയാവിൽ മാത്രമാണ്. ഇന്നമാ തഖ്ളി ഹാദിഹിൽ ഹയാത്തദ് ദുനിയാ. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഇവിടെ ചെയ്യാൻ പറ്റും. നീ ഞങ്ങളെ ഇപ്പോൾ കൊന്നാൽ, ഞങ്ങൾ ഇവിടെ മരിച്ചു വീണാൽ, വിശ്വാസത്തോടെ മരിച്ചു വീഴുന്നവർക്ക് സ്വർഗ്ഗമുണ്ടെന്ന് പഠിപ്പിച്ചവനാണ് അല്ലാഹ്. അതുകൊണ്ട് ഞങ്ങൾക്കൊരു പേടിയില്ല. ഞങ്ങൾ ഈ വിശ്വാസം വീട്ടിൽ ചെന്നിട്ട് നാട്ടിൽ ചെന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് സ്വീകരിക്കാം എന്നൊക്കെ വിശ്വസിച്ച് ഞങ്ങൾ ഇങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റിൽ നടന്നിരുന്നെങ്കിലോ, അതിനിടയ്ക്ക് ഞങ്ങൾ മരിച്ചു പോയാലോ, ഞങ്ങൾ നാട്ടിലെത്തിയില്ലെങ്കിലോ, അതിനു മുമ്പ് മരിച്ചുപോയ അള്ളാന്റെ അടുക്കൽ ഞങ്ങൾ എന്തു പറയും? അള്ളാഹ് ചോദിക്കില്ലേ, അവസരം ഉണ്ടായില്ലേ, എന്ത് സ്വീകരിക്കാതിരുന്നെന്ന് ചോദിച്ചാൽ എന്തു പറയും? ഇതായിരുന്നു മൂസാ നബി അലൈഹിസ്സലാമയുടെ ഒപ്പം നിന്ന ആ ജാലവിദ്യക്കാരുടെ മൊത്തത്തിലുള്ള അവസ്ഥ. സഹോദരങ്ങളെ, സത്യം മനസ്സിലായി കഴിഞ്ഞ പിന്നെ സമയം കളയരുത്. കാരണം മരണത്തിന് പിടിക്കാൻ ഏൽപ്പിക്കപ്പെട്ട മലക്കുകളുണ്ടല്ലോ, ലാ യസ്തഖിറൂന സഅതൻ വലാ യസ്തഖദിമൂൻ. ഒരു സമയം മുന്നിടുകയോ പിന്നിടുകയോ ചെയ്യില്ല. സമയത്തിന് പിടിക്കാൻ വരുമ്പോൾ ഞാൻ നന്നാവട്ടെ, ഞാനൊന്ന് ഷഹാദ ചെല്ലട്ടെ, ഞാനൊന്ന് ശരിയായിട്ടുള്ള അഖീദയിൽ ജീവിക്കട്ടെ, ഞാൻ ബിദ്അത്തൊക്കെ ഒഴിവാക്കിയിട്ടൊന്ന് ശ്രദ്ധിക്കട്ടെ പറഞ്ഞിട്ടൊരു കാര്യമില്ല. അതുകൊണ്ട് ശ്രദ്ധിക്കുക, അറിഞ്ഞ സത്യത്തെ ഉൾക്കൊണ്ട് ജീവിക്കാൻ, അറിയേണ്ട സത്യങ്ങളെ അന്വേഷിച്ച് പഠിക്കാൻ തയ്യാറാവുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. الصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين. أما بعد، أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. അല്ലാഹുവിന്റെ ആജ്ഞാ നിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും പാലിച്ച് ഭയപ്പെട്ട് തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള യഥാർത്ഥ മുത്തഖീങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മുഹറം മാസത്തിലെ ആശുറ, തസ്ഉഅ നോമ്പുകളെ പറ്റിയാണ് നമ്മൾ ആദ്യ ഖുതുബയിൽ പറഞ്ഞത്. മുഹറവുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള തെറ്റായ പ്രചരണങ്ങൾ നമ്മൾ നിരന്തരമായി കേട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ബിസ്മിയുമായി ബന്ധപ്പെട്ടൊക്കെ മുഹറം പിറന്നു കഴിഞ്ഞാൽ ബിസ്മി എഴുതി എന്ത് ചെയ്യണം? തന്റെ കയ്യിൽ സൂക്ഷിച്ചു കഴിഞ്ഞാൽ ആ ബിസ്മി എഴുതുമ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ഹർക്കത്തൊന്നും ഇടാൻ പാടില്ല, കൂട്ടി എഴുതാൻ പാടില്ല. അങ്ങനെ ഒരാൾ ബിസ്മി എഴുതിക്കൊണ്ട് എങ്ങനെ എഴുതണം? ഒതുവോടുകൂടി എഴുതണം, കിബിലക്ക് തിരിഞ്ഞിരുന്ന് എഴുതണം, വൃത്തിയുള്ള സ്ഥലത്ത് വെച്ച് എഴുതണം. പരീക്ഷണാർത്ഥം എഴുതാൻ പറ്റൂല, കാരണം കിട്ടൂല എന്നുള്ള പരീക്ഷണമൊന്നും പറ്റൂല. പിന്നെയോ എഴുതുമ്പോൾ ഉച്ചരിക്കാതിരിക്കണം. എഴുതുന്നത് ഉച്ചരിക്കാൻ പാടില്ല. എഴുതിയത് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാൻ പാടില്ല, സൂര്യനെ കാണിക്കാൻ പാടില്ല. അള്ളാഹുവിന്റെ പ്രീതി കാംക്ഷിച്ച് എഴുതണം. അക്ഷരങ്ങൾ മായാതിരിക്കണം, അക്ഷരങ്ങൾ പുള്ളിയിടാതിരിക്കണം. എഴുതിയത് ഇരുമ്പ് തട്ടാതിരിക്കുക, അസറിന് ശേഷം എഴുതാതിരിക്കുക. അങ്ങനെയൊക്കെ എഴുതി ഒരാള് ഇതൊക്കെ ശ്രദ്ധിച്ചാൽ എന്ത് ചെയ്യും? അങ്ങനെയൊക്കെ ശ്രദ്ധിച്ചാൽ അയാൾക്ക് ദോഷങ്ങളൊക്കെ ഒരു വർഷത്തേക്ക് ഒഴിവായി പോകും എന്നാണ് എന്ത് ചെയ്യണത്? പഠിപ്പിക്കുന്നത്. കൊല്ലാരംഭത്തിൽ ഇങ്ങനെ എഴുതുകയും പിന്നീട് എപ്പോഴും ഇത് കയ്യിൽ കരുതുകയും ചെയ്താൽ നല്ലൊരു കാവലായിരിക്കും ഇത്. മനസ്സിലായില്ലേ? ഇതൊക്കെയാണ് ദീനായിട്ട് നമ്മുടെ നാട്ടിൽ പഠിപ്പിക്കുന്നത്. ഒരു കാര്യം ദീനിൽ ഉണ്ടാകണമെങ്കിൽ ആര് പഠിപ്പിക്കണം സഹോദരങ്ങൾ? അള്ളാന്റെ റസൂൽ പഠിപ്പിക്കണ്ടേ? ഞാൻ വായിച്ചത് ഇത്ര സമയം കളഞ്ഞ് വായിച്ചതിനെന്നറിയോ? ഇങ്ങനെ പലതും ഉണ്ട്. ആയത്തുൽ കുർസി ഇത്ര ഓതാൻ വേണ്ടി പറഞ്ഞ പലതും കാണാൻ പറ്റും. ഇതൊക്കെ ആരെ പഠിപ്പിക്കണ്ടേ? ഇതൊക്കെ ശ്രേഷ്ഠത ഉണ്ടായിരുന്നെങ്കിൽ ആദ്യം ഇതിന്റെ മുമ്പിൽ നിൽക്കുക ആരാണ്? അള്ളാന്റെ റസൂലാണ്. അത് കഴിഞ്ഞ സ്വഹാബത്താണ്, അത് കഴിഞ്ഞ താബിഈങ്ങളാണ്, തബഅ താബിഈങ്ങളാണ്. ഇവരാരും ഇതൊന്നും പഠിപ്പിച്ചിട്ടില്ല, ഇതവർക്ക് അറിയേയില്ല.
അല്ല, ഇതൊന്നും അവർക്ക് അറിയില്ല. നിങ്ങൾ ലോജിക്കൊന്ന് ചിന്തിച്ചു നോക്കി. അന്നൊക്കെ ഈ തോലിലാണ് എഴുതുക. തോലിലൊക്കെ ഇത്ര പ്രാവശ്യം എഴുതിയിട്ട് ഇത് മടക്കി കീസിൽ വക്കം വേണം. ഇതെങ്ങനെ വച്ചുകൊണ്ട് കിടക്കാം? ഇന്ന് പേപ്പറിലാണ് പേനം കൊണ്ട് കുഞ്ഞിതാക്കി എഴുതിയ എങ്ങനെയെങ്കിലുമൊക്കെ വക്കാന്ന് വിചാരിക്കാം. പണ്ടൊക്കെ കല്ലിലൊക്കെ എഴുതിയിരുന്നേ. ഖുർആനൊക്കെ കല്ലിന്നൊക്കെ അല്ലേ എടുത്ത് എഴുതിയത്. ഇപ്പോഴും നമ്മൾ കാണില്ലേ കല്ലിലൊക്കെ എഴുതി മനുഷ്യന്മാരെങ്ങനെ കൊണ്ടടക്കാം. ഇതൊക്കെ ഈ പുത്തൻ ആചാരങ്ങളായി പുതുതായി കൊണ്ടുവരുന്നൊരു സമ്പ്രദായമാണ്. ഇനിയോ മുഹറം മാസത്തിന്റെ 1 പിറന്നാൽ അന്ന് മുതൽ 10 ദിവസം നോമ്പെടുക്കുന്ന ആൾക്കാരുണ്ട്. മുഹറം മാസം നോമ്പെടുക്കാൻ പറ്റൂല, പറ്റും. പക്ഷെയോ ഈ 10 ദിവസത്തിന്റെ ഒരു പ്രത്യേകതയും അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചിട്ടില്ല. റമദാൻ കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ അടുക്കൽ അഫ്ളലായ നോമ്പ് മുഹറം മാസത്തിലെ നോമ്പാണ്. ഹദീസിൽ വന്നതാണ്, യാതൊരു സംശയമില്ല. എന്നാലോ മുഹറം 1 മുതൽ 10 വരെ പ്രത്യേക കൂലി, പ്രത്യേക ഒരു ശ്രേഷ്ഠത, പ്രത്യേക ഒരു പരിഗണന, അങ്ങനൊരു പരിഗണനയില്ല. മുഹറം 10 കഴിഞ്ഞിട്ട് ബാക്കിയുള്ള 20 ഇല്ലാത്തൊരു പ്രത്യേകത 10 ഇല്ലാന്ന് മനസ്സിലായോ നിങ്ങൾക്ക്? മുഹറം 10 കഴിഞ്ഞാൽ ബാക്കിയുള്ള 20 ഇല്ലാത്തൊരു പ്രത്യേകത എന്തില്ല? മുഹറം ആദ്യത്തെ 10 ദുൽഹിജ്ജയിൽ നമ്മൾ പറഞ്ഞു, ഖുത്ബയിൽ പറഞ്ഞിരുന്നു, ദുൽഹിജ്ജ ആദ്യത്തെ 10 എന്തുണ്ട്? ശ്രേഷ്ഠതയുണ്ട്. വൽ ഫജ്രി വലയാലിൻ അശ്ർ, തെളിവുണ്ട്. മുഹറത്തിന് എന്തില്ല? പ്രത്യേകിച്ച് അങ്ങനെ ഒരു തെളിവില്ല. ചില പ്രായമുള്ള സ്ത്രീകളൊക്കെ പണ്ടേ എടുത്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ അവരൊക്കെ ചോദിക്കാറുണ്ട്, മുഹറം പിറന്നോ? എന്തേ? നോമ്പെടുക്കാനായിരുന്നു. സഹോദരങ്ങളെ ശ്രദ്ധിക്കുക. ഇല്ലാത്ത കാര്യത്തെ ഉള്ളതായി കൊണ്ടുവരാൻ പറ്റില്ല, ഉള്ളതിനെ ഇല്ലാത്തതായി പറയാനും പറ്റില്ല എന്നത് നെല്ലും പതിരും വേർതിരിച്ച് മനസ്സിലാക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ദീനിനെ പഠിച്ച് അത് കൃത്യമായി പുൽകി ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങൾ, നമ്മൾ ഇൻഷാ അള്ളാഹ് ഇന്ന് ജുമുഅ കഴിഞ്ഞിട്ട് നമ്മള് 2 ആഴ്ച ആവർത്തിച്ചു പറഞ്ഞ ഒരു കാര്യമാണ് നമ്മുടെ ലൈബ്രറിയുമായി ബന്ധപ്പെട്ട്. അൽഹംദുലില്ലാഹ്, അള്ളാന്റെ വലിയ തൗഫീഖിനാൽ എന്ത് ചെയ്തു, ലൈബ്രറി അവിടെ വന്നു. നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാകും. അൽഹംദുലില്ലാഹ്, അതിന്റെ പിന്നിൽ പണിയെടുത്ത, അതിനുവേണ്ടി സഹകരിച്ച എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കൊക്കെ ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന ഒരു ലൈബ്രറി ഇൻഷാ അല്ലാഹ് നമ്മുടെ മക്കൾക്കും എന്ത് ചെയ്യണം, അതിലൊക്കെ നല്ലൊരു ദുആ നമുക്ക് ഉണ്ടാകണം. അതൊരു പ്രയോജനപ്പെടണം ഇൻഷാ അല്ലാഹ്. ജുമുഅ കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അത് അതിനുവേണ്ടി തുറന്നു കൊടുക്കുന്ന ഒരു രൂപത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, മാറ്റും. തുറന്നു കൊടുക്കുന്ന എപ്പോഴും ലോക്കായിരിക്കും, അത് തുറന്നിട്ടുണ്ടാവില്ല. കാരണം തുറന്നിട്ട് നമുക്ക് അറിയാലോ. അപ്പൊ ലോക്കായിരിക്കും. നമുക്ക് ആവശ്യമുള്ളത് എന്ത് ചെയ്യാം, അത് വാങ്ങാനും ഒക്കെയുള്ള സൗകര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പുസ്തകങ്ങൾ ചിലപ്പോൾ നല്ല പുസ്തകങ്ങൾ ഉണ്ടാവും, അത് വായിക്കാനും, നമ്മുടെ മക്കൾക്ക് വേണ്ട പുസ്തകങ്ങളൊക്കെ ഉണ്ടാകും, അതൊക്കെ വായിക്കാനും, അതിന് എങ്ങനെ വാങ്ങാൻ പറ്റും എന്നൊക്കെ കൃത്യമായ നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടാകും ഇൻഷാ അല്ലാഹ്. ജുമുഅ കഴിഞ്ഞ് സുന്നത്ത് നിസ്കാരം കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും ഇൻഷാ അല്ലാഹ്, ആ ഒരു കാര്യം അതൊന്ന് ഓപ്പൺ ആക്കുന്ന ഒരു അവസ്ഥയുണ്ട് ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒരു നല്ല നിയ്യത്തിലെല്ലാം ചെയ്ത ആളുകൾക്ക് അല്ലാഹു അർഹമായ പ്രതിഫലം കൊടുക്കുമാറാകട്ടെ. അതിനെ ആഗ്രഹിച്ച ധാരാളം ആളുകളുണ്ട്. അല്ലാഹു അവർക്കും പ്രതിഫലങ്ങൾ കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മാതാപിതാക്കൾ അവർക്ക് ആയുസ്സും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മരണപ്പെട്ട മാതാപിതാക്കൾക്ക് അല്ലാഹു ഖബർ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അവരെയും നമ്മെയും അല്ലാഹു ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. അല്ലാഹു എന്നും സമാധാനത്തോടു കൂടി ജീവിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ മരിക്കാനുള്ള ഭാഗ്യം നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മാരകമായ എല്ലാ രോഗങ്ങളിൽ നിന്നും അല്ലാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹജാത്ത്. അല്ലാഹുമ്മ അജ്റിനാ മിനൻ നാർ. അല്ലാഹുമ്മ أجرنا من النار. اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم.